ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് ശില്പ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു ലൈഫ് സ്റ്റൈൽ കൈൻഡ് ഓഫ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്താ ഇപ്പം നാട്ടിലോട്ട് പോകുന്ന വീഡിയോസ് ഒന്നും ഇടാത്തെ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തൂടെ. ഇപ്പം ചേച്ചിയുടെ അക്കൗണ്ടിൽ കൂടുതൽ ട്രാവൽ വീഡിയോസാണ്. അപ്പം അതൊന്ന് മാറ്റിയിട്ട് ഇടയ്ക്ക് ഇങ്ങനത്തെ വീഡിയോസും കൂടെ ഇടാമോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മൂകാംബികയെ പോകാനാണ്. അപ്പം ഇതൊരു പെട്ടെന്നെടുത്ത പ്ലാനാണ് കേട്ടോ. അതുകൊണ്ട് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. എന്നോട് ഏട്ടൻ പറഞ്ഞു ഇതൊരു ഡൾ വീഡിയോ ആയിരിക്കും, കാരണം ഞങ്ങളിപ്പോൾ വൈകുന്നേരമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വെളുപ്പിനെയാണ് തൊഴുന്നത്. അപ്പോൾ എല്ലാം ഇരുട്ടത്തൊക്കെ ആയിരിക്കും, അതുകൊണ്ട് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഒരു ഡൾ വ്ളോഗായിരിക്കും. പക്ഷെ സാരമില്ല, എന്നാലും എല്ലാവരും ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വീഡിയോ ഒക്കെ ഇടയ്ക്ക് ചെയ്യണ്ടേ, അതുകൊണ്ട് ചെയ്യുക. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് നമ്മളെടുത്ത പ്ലാനാണെന്ന്. ഇന്നിപ്പോൾ വൈകുന്നേരം പോയിട്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞോന്ന് ചോദിച്ചാൽ അത് അവിടെ കണ്ടോ, ആ പൊങ്ങിയിരിക്കുന്നത് എൻ്റെ ലാപ്ടോപ്പാണ്. കോള് വരുന്നു. അപ്പം നേരത്തെ റെഡി ആയിക്കൊണ്ടിരുന്നപ്പം എനിക്കൊരു മീറ്റിംഗ് വന്നു, അപ്പോൾ എനിക്ക് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത് കൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഡൾ വീഡിയോ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടാണ് കേട്ടോ. ഞാനിങ്ങനെ പോകുന്ന വഴി സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത് നോക്കി ഇരുന്നൊക്കെയാണ് കുറച്ച് പോർഷൻസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ രാത്രിയിൽ അവിടെ ചെന്നിട്ട് തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഒരു റൂം എടുക്കാം, എന്നിട്ട് ഫുഡ് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയിട്ട് നാളെ വെളുപ്പിനെ എഴുന്നേറ്റ് പോയി തൊഴുതിട്ട് തിരിച്ചു വന്നിട്ട് ജോലിക്ക് കയറണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പം ഞാൻ ഉടുപ്പിന്ന് മൂകാംബികയ്ക്ക് അറൌണ്ട് 70 കിലോമീറ്റേഴ്സ് ആണ്. വെളുപ്പിനെയൊക്കെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയപ്പം 1.25 മണിക്കൂറൊക്കെ എടുത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ ഈവനിങ് ടൈം ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുക്കായിരിക്കും. ഇനി ഞങ്ങൾക്ക് ഒരു 31 കിലോമീറ്റർ ഉണ്ട് കേട്ടോ മൂകാംബികയ്ക്ക്. അപ്പം ഇനി അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, ഇങ്ങനെ കാട് പോലത്തെ വഴിയൊക്കെയാണ്. അതുകൊണ്ട് കാറിനകത്തൊന്നുള്ള വീഡിയോസ് ഞാൻ ഇവിടെ നിർത്തുവാണ്. തൽക്കാലത്തേക്കിന് ലൈറ്റ് ഇട്ടിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഈ വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനൊരു വഴി കൂടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാടല്ലെന്ന് തോന്നുന്നു, പക്ഷെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, നല്ല ഇരുട്ടാ. അതുകൊണ്ട് ഞാൻ കാറിലിരുന്നുള്ള വീഡിയോസ് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് കാണാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി കേട്ടോ. എത്താറായിട്ടുണ്ടല്ലേ. ഞങ്ങൾ ഉടുപ്പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുന്ന വഴിക്ക് ഏതോ ഒരു സ്ഥലം കഴിഞ്ഞപ്പോഴത്തേക്കിന് നെറ്റ്വർക്ക് അങ്ങ് കട്ടായി. അതുകൊണ്ട് കാറയിൽ പാട്ട് പ്ലേ ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നല്ല കത്തിയൊക്കെ അടിച്ചുകൊണ്ടാണ് കേട്ടോ പോയത്. പക്ഷെ അത് രസമുണ്ടായിരുന്നു. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് ചെറിയ മഴയത്ത് രാത്രിയിൽ ഇങ്ങനെ ഒരു ഡ്രൈവിനൊക്കെ പോയൊരു ഫീൽ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കണ്ടിട്ടില്ലേ? ഇവിടെ കയറി ചോദിക്കാം. 3000 രൂപയാ. ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം. എന്തിന്റെ പേര്? അടിക ഹെറിറ്റേജ്. അമ്പലത്തിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കേട്ടോ ഒരു ലോഡ്ജ് പോലെയാണ്. ഇവിടുത്തെ ഒരു AC റൂമാണ് നമ്മളിപ്പോൾ എടുത്തത്. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ വെളുപ്പിനെ നമുക്ക് ചെക്കൗട്ട് ചെയ്യുകയും വേണം, അതുകൊണ്ട് ഇതൊക്കെ ധാരാളം. ഇതാണ് വാഷ്റൂം. വലുതാണല്ലോ. സോ ഇതാണ് വാർഡ്രോബ് ചെറിയൊരെണ്ണം കേട്ടോ, ഇതൊന്നും ആവശ്യമില്ല. പിന്നെ മിററുണ്ട് നമുക്ക് രാവിലെ റെഡി ആവാനൊക്കെ. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, അപ്പം ഡിന്നർ കഴിക്കാൻ പോവാട്ടോ നെക്സ്റ്റ്. ഇത് ഞങ്ങൾ താമസിച്ചിരുന്ന ലോഡ്ജിനോട് ചേർന്ന് തന്നെയുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. അവരുടെ തന്നെയാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. എനിവേസ് ഞങ്ങൾ രണ്ടുപേരും ഓരോ മസാല ദോശയാണ് കഴിച്ചത്. ഒരു തിരക്കും ഇല്ലാത്ത സമയം. നാളെ എപ്പോഴും അമ്പലം തുറക്കുന്നത് നോക്കിയിട്ട് രാവിലെ റെഡി ആവണം.
ഞങ്ങൾ ഓടിപ്പിടച്ചുള്ള വരവായിരുന്നത് കൊണ്ട് തോർത്തെടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടൊരു തോർത്തതാ ഇപ്പോൾ ഇവിടെ നിന്നൊരു കടയിൽ നിന്ന് കയറി വാങ്ങിച്ചു. തോർത്ത് മാത്രമല്ല, ഞാൻ വളയൊന്നും എടുത്തില്ല, വാച്ചും എടുത്തില്ല, കൈ പ്ലെയിൻ ആയിട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഒരു കട തുറന്ന് കണ്ടപ്പം ഞാൻ കുറച്ച് വള വാങ്ങിക്കാൻ വിചാരിച്ച് കയറുക കേട്ടോ. പക്ഷേ രസകരമായ സംഭവം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോയപ്പം ഞാൻ ആ വള ഇടാൻ മറന്നും പോയി. ഡിന്നർ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ അമ്പലത്തിൻ്റെ അതുവഴിക്കൊന്ന് നടക്കാൻ പോയായിരുന്നു. കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പം ഭയങ്കരമായിട്ട് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങി. അപ്പം ഞങ്ങളവിടെ ഒരു കടത്തെണ്ണയിൽ കയറി നിന്നപ്പം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അത് നീ പുറത്ത് വീഡിയോ എടുക്കുന്ന ഏത് വീഡിയോ? ഇവിടെയാണ് അമ്പലം, നമ്മൾ താമസിക്കുന്നത് അവിടെ അടിക ഹെറിറ്റേജ്. അതിൻ്റെ താഴത്തെ ഈ എന്താ സാന്നിധ്യം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഡിന്നർ കഴിച്ചത്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 4:20 നമ്മൾ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയുടെ ബാക്കിലുള്ള ആൾ റെഡിയായി, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വേഗം കേട്ടോ. ഇന്നലെ നമ്മൾ നടക്കാൻ പോയപ്പം അമ്പലത്തിൻ്റെ അവിടെ എഴുതി വെച്ചിരുന്നത് 5 മണിക്കാണ് നട തുറക്കുന്നതെന്ന്. അപ്പം അതിനു മുന്നേ നമുക്ക് റെഡിയായി വേഗം പോകണം. അപ്പം ഞാൻ ഒത്തിരി ഡിലേ അടിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഒരു ധാവണിയാണ് കേട്ടോ. ഇത് ആക്ച്വലി 2 ധാവണി ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ഈ ഫുൾ ഞാൻ റെഡി ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഒരു നനഞ്ഞ കോഴിയുടെ ലുക്ക് ഉണ്ട്, പക്ഷെ വേറെ നിവൃത്തിയില്ലല്ലോ. ഒരു ധാവണിയും ഒരു ചെറിയ പൊട്ടും ഒരു കമ്മലും ഒരു ചെറിയ മലയും വന്നേ. ഒരു മുണ്ടനായിട്ടുണ്ട്. നമ്മളൊരു പൂപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട് അകത്ത് ദേവി വെക്കാൻ. ഞങ്ങളിപ്പോൾ തൊഴുതിറങ്ങി. ഒരു 4:50 ആയപ്പോൾ ഞങ്ങളിവിടെ വന്ന് ക്യൂ നിന്നായിരുന്നു. അപ്പോൾ കുറച്ച് ആളുണ്ടായിരുന്നു. അപ്പോൾ കയറി തൊഴുതു. ഒരു 5:15 ആയപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും പിന്നെ ആരുമില്ലായിരുന്നു. ആരുമില്ലാണ്ട് തുറന്ന് കിടക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ കയറി തൊഴുതു കേട്ടോ. അപ്പം തൊഴുത് ഞങ്ങൾ അമ്പലത്തിന് പുറത്ത് വന്നു. ഇനി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയായിരിക്കും. അതിനുള്ള സമയമായിട്ടില്ല, പക്ഷെ വെളുപ്പിന് എഴുന്നേറ്റത് കൊണ്ട് നല്ല വിശപ്പുണ്ട്. അപ്പം ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകാം. പക്ഷെ ആ സമയത്ത് ചെന്നപ്പം ഒരു റെസ്റ്റോറൻറ്റും ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വിശപ്പൊക്കെ സഹിച്ച് റൂമിൽ പോയി ഒരു 30 മിനിറ്റ് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് ചെക്കൗട്ട് ചെയ്തിട്ട് താഴെ ഉണ്ടായിരുന്ന ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ച ആ ഹോട്ടലിൽ തന്നെ പോയി നല്ല ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ കഴിച്ചു. ഈ ചേച്ചിയുടെ കടയിൽ നിന്നാണ് നമ്മൾ പൂ വാങ്ങിച്ചത് രാവിലെ. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെ തൊട്ട് ഫ്രണ്ടില്. ചേച്ചി എന്നും ഇവിടെ തന്നെയാണോ? എവറി ഡേ ഹിയർ? ഇവിടെയാ? മോർണിംഗ് ടു 9 o'clock അവിടെ വരും. ഈ ചേച്ചിയാണ്. ഹായ് ബൈ. പേരെന്നാ? പ്രേമ. ശില്പ. ബൈ. ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളൊരു കാടിനകത്തൂടെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ അതൊരു വെറും കാടല്ലായിരുന്നു കേട്ടോ. ഇതായിരുന്നു മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ടൈഗേഴ്സും ലെപ്പേർഡ്സും ആനയും മാനും എല്ലാം ഉള്ള ഒരു വലിയ കാട് തന്നെയാണ് കേട്ടോ ഇത്. ഞാൻ ഒട്ടും
ഒട്ടും കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഒട്ടും പ്ലാൻ ചെയ്യാതെ എടുത്തൊരു വ്ളോഗ് ആയതുകൊണ്ട് കാണുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. കാരണം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. കാരണം റീസെൻ്റ്ലി ഞാൻ കുറച്ച് ട്രാവൽ വീഡിയോസൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ടതായതുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും സീരിയസ്ലി കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, ചാനലിൽ ഫുൾ ട്രാവൽ വീഡിയോസ് മാത്രം ഇടാതെ ഇടയ്ക്കൊക്കെ കുറച്ച് ഇങ്ങനത്തെ വീഡിയോസും കൂടെ ഇടാൻ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ മെയിൻലി ഞാനിതിപ്പോൾ ചെയ്യുന്നത്. പക്ഷേ അതേസമയം ട്രാവൽ വീഡിയോസ് ചെയ്യുമ്പോൾ അത് കുറേ പേർക്കും കൂടെ യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എസ്പെഷ്യലി ഈ കെനിയ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് എൻക്വയറീസ് എനിക്ക് വന്നായിരുന്നു. അവർക്ക് പോകാൻ ആഗ്രഹമുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും കൂടെ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം ഏതായാലും ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇനിയും വീഡിയോസായിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ ബൈ.